Hi all, in this video we are going to discuss the activity diagram in a UML diagram, and one of the classification of UML diagram is the activity diagram. Activity diagram എന്താണ് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് എന്താണെന്ന് UML diagram ഓൾറെഡി പഠിച്ചതാണ്, അതിൽ നിന്ന് റീകളക്ട് ചെയ്യാം. എന്താണ് UML എന്ന് പറയുന്നത്? Unified Modeling Language, that is UML. It's a general purpose graphical modeling language in the field of software engineering. UML എന്ന് പറയുമ്പോൾ അതിന് വിഷ്വലൈസ് ചെയ്യാനും കൺസ്ട്രക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ ഡോക്യുമെൻറ്റ് സ്പെസിഫൈ ചെയ്യാനും അതിനെ വിഷ്വലൈസ് ചെയ്യാനും കൺസ്ട്രക്റ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ UML ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. പറയാം ഒരു ഗ്രാഫിക്കൽ മോഡലിംഗ് ലാംഗ്വേജ് ആണ്. ഒരു ഗ്രാഫിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്രാമാറ്റിക്കലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ by means of different types of UML diagrams. Okay, that is, it's a visual language for developing software blueprints. Okay, that is, a blueprint or design represents a model. For example, while constructing buildings, a designer or architect develop the building blueprints. Similarly, we can also develop blueprints for a software system. Okay. Okay, നമ്മൾ UML എന്ന് കേൾക്കുമ്പോൾ തന്നെ യൂണിഫോം മോഡലിംഗ് ലാംഗ്വേജ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറ്റ്സ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ? നോ, ഇറ്റ്സ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, റാദർ ഇറ്റ്സ് എ വിഷ്വൽ ലാംഗ്വേജ്. So what are the different characteristics of UML? It is a generalized modeling language. Then it is distinct from other programming languages like C++, Python, etc. It is interrelated to object-oriented analysis and design. Now, UML diagram is somewhat related to object-oriented design. Actually, നമ്മൾ ഇതിനകത്ത് ക്ലാസ് ഡയഗ്രാംസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ഒബ്ജക്റ്റും ക്ലാസ്സും ആയിട്ടുള്ള ഒരു റിലേഷൻസ് ഒക്കെ നമ്മൾ UML ഡയഗ്രാമായിട്ട് ഇൻ്റർറിലേറ്റഡ് ആണ്. Moreover, it is used to visualize the workflow of the system. Okay, workflow of the system. Then it is a pictorial language used to generate powerful modeling artifacts. So these are the features, some of features or the characteristics of UML. Okay, now we can discuss what are the different types of UML diagrams. Okay, actually the UML diagrams can be broadly classified into two: structure diagram and behavior diagram. Structure diagram എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിസ്റ്റത്തിന് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആസ്പെക്ട്സ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് സ്ട്രക്ചർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ട്രക്ചർ ഡയഗ്രാംസ് ചോദിച്ചാൽ ക്ലാസ് ഡയഗ്രാം, then component diagram, composite structure diagram, then object diagram, deployment diagram, package diagram. So ഒരു എക്സാമ്പിൾ പറഞ്ഞു ക്ലാസ് ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രോഗ്രാമിൻ്റെ അകത്ത് വരുന്ന ഒരു ക്ലാസിൻ്റെ അകത്ത് വരുന്ന വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ്, അതായത് മെത്തേഡ്സും അതിൻ്റെ വേരിയബിൾസും എല്ലാം നമുക്ക് ആ ഒരു ക്ലാസ് ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ആ ക്ലാസ്സിൽ ഏതൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ വേരിയബിൾസാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ആ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദ സ്ട്രക്ചർ ഡയഗ്രാം. ഓക്കെ, സോ നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളത് ഏതാണ്? ക്ലാസ് ഡയഗ്രാം. സ്ട്രക്ചർ ഡയഗ്രാമിൻ്റെ അകത്തുള്ള ക്ലാസ് ഡയഗ്രാമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് UML ഡയഗ്രാം ഇസ് ബിഹേവിയർ ഡയഗ്രാം. ബിഹേവിയർ ഡയഗ്രാമിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബിഹേവിയർ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറല്ല, ബിഹേവിയറാണ് അല്ലെങ്കിൽ ഡൈനമിക് ആസ്പെക്ട്സ് ആണ് അതിൻ്റെ വർക്കിംഗ്, അതെങ്ങനെയാണ് ആ ഒരു മോഡൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബിഹേവിയർ, ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ കാണിക്കാൻ യൂസ് ചെയ്യുന്ന ഡയഗ്രാമാണ് ഏതെന്ന് പറയുന്നത്? ബിഹേവിയർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഏതെന്ന് നോക്കാം. യൂസ് കേസ് ഡയഗ്രാം ഉണ്ട്, ആക്ടിവിറ്റി ഡയഗ്രാം, ദെൻ ഇൻ്ററാക്ഷൻ ഡയഗ്രാം, ദെൻ സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാം. അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് യൂസ് കേസ് ഡയഗ്രാം ഉണ്ട്, ആക്ടിവിറ്റി ഡയഗ്രാം ഉണ്ട്, ദെൻ ഇൻ്ററാക്ഷൻ ഡയഗ്രാം ഉണ്ട്, സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാം ഉണ്ട്.
Interaction diagram is again classified into 4: sequence diagram, communication diagram, interaction, overview diagram, then timing diagram. Okay. Now, in this lecture, we are going to discuss the activity diagram. Activity diagram is one of the behavior diagram. Okay. So what is this activity diagram? You know that activity diagram is one of the UML diagram. UML diagram the classification and activity diagram. That's one of the behavior diagram or the dynamic diagram. Okay. Or this diagram indicates a behavior of the system. So actually the activity diagram is a flow chart to represent the flow from one activity to another activity. One activity in another activity lotulla flow in a represent ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് എന്തെന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ C++ലൊക്കെ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഈ ആക്ടിവിറ്റി. ആ ഒരു സെയിം ഡയഗ്രാം തന്നെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റി ഡയഗ്രാം. The activity can be described as an operation of the system. Basic purpose in the is to capture the dynamic behavior of the system. Okay, dynamic behavior of the system. It is also called the object-oriented flowchart. Okay, activity diagram is a flowchart. It describes the operation of the system, that is to capture the dynamic behavior of the system. It is also called object-oriented flowchart. Okay, activity diagrams are not only used for visualizing the dynamic nature of a system, but they are also used to construct the executable system by using forward and reverse engineering techniques. Okay, ഒരു ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടബിൾ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഡൈനാമിക് ബിഹേവിയർ മാത്രം വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. Okay, so next, what are the basic components of the activity diagram? So these are the basic components of an activity diagram. Okay, there are mainly 5 basic components of an activity diagram. First one is action. Action means a step in the activity wherein the users or software perform a given task. ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ യൂസർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി ഡയഗ്രാമിലുള്ള ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് ഡിസിഷൻ നോഡ്. ഡിസിഷൻ നോഡ് മീൻസ് എ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻ ദ ഫ്ലോ ദറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡയമണ്ട്. ഡയമണ്ട് ബോക്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് എ സിംഗിൾ ഇൻപുട്ട് ആൻഡ് 2 or more ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം മനസ്സിലാക്കുക ഇത്രയും ഒരു ആക്ടിവിറ്റി ഡയഗ്രാമിൽ ഇത്രയും കമ്പോണൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഇസ് ആക്ഷൻ. എന്താണ് ആ ഒരു ആക്ടിവിറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ ആക്ഷൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിസിഷൻ നോഡ് മീൻസ് ഒരു കണ്ടീഷണൽ, ആ ഒരു ഫ്ലോയിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അടുത്തതിലോട്ട് പോകും. ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റി ആ ഫ്ലോ ഓഫ് കൺട്രോളിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കണ്ടീഷണൽ ബ്രാഞ്ചിനെയാണ് ഡിസിഷൻ നോഡ് എന്ന് പറയുന്നത്. ഒരു ഡയമണ്ട് ഷേപ്പിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കൺട്രോൾ ഫ്ലോ. ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലോട്ട് പോകാൻ വേണ്ടി ഒരു ഫ്ലോ ഉണ്ടാകും, ഒരു കൺട്രോൾ ഫ്ലോ. അതിനെ നമുക്ക് ആ ഒരു കമ്പോണൻറ്റിനെയാണ് കൺട്രോൾ ഫ്ലോസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്ലോ ബിറ്റ്വീൻ ദ സ്റ്റെപ്സ് ഇൻ ദ ഡയഗ്രാം. അപ്പോൾ ഓരോ ആക്ഷനും തമ്മിലുള്ള അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഇൻ ദ ആക്ടിവിറ്റി ഡയഗ്രാമിലുള്ള അത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഈ കൺട്രോൾ ഫ്ലോസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റാർട്ട് നോഡ്. എന്താണ്, ഒരു ആക്ടിവിറ്റിയുടെ ബിഗിനിങ് കാണിക്കുന്നതാണ് സ്റ്റാർട്ട് നോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ബ്ലാക്ക് സർക്കിൾ. ദെൻ എൻഡ് നോഡ് എന്ന് പറയുമ്പോൾ ഒരു പേരും തന്നെ അറിയാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദ ആക്ടിവിറ്റി. ബിഗിനിങ് ഓഫ് ദ ആക്ടിവിറ്റി കാണിക്കാനാണ് സ്റ്റാർട്ട് നോഡ്, എൻഡ് ഓഫ് ദ ആക്ടിവിറ്റി കാണിക്കാനാണ് എൻഡ് നോഡ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഔട്ട്ലൈൻഡ് ബ്ലാക്ക് സർക്കിൾ. Start node is represented by a black circle and end node is represented by an outlined black circle. Okay, so these are the basic components of an activity diagram. നമുക്ക് അതിൻ്റെ സിമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ബേസിക് കമ്പോണൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ
ആക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ആക്ഷൻസ് ഓർ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓർ വാട്ട് ആർ ദ given task to be performed in the system. അപ്പോൾ അതാണ് ആക്ഷൻ എന്ന് കാണിക്കുന്നത്. ദ ഡിസിഷൻ നോട്ട് മീൻസ് വാട്ട് ദ കണ്ടീഷണൽ ബ്രാഞ്ച് ആ ഒരു ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നത് അതിനാണ് ഡിസിഷൻ നോഡ് എന്ന് പറയുന്നത്. ആ ഒരു ഫ്ലോ ഫ്രം വൺ ആക്ടിവിറ്റി ടു അനദർ അതിനാണ് കൺട്രോൾ ഫ്ലോസ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാർട്ട് നോഡ് ഇൻഡിക്കേറ്റിംഗ് ദ ബിഗിനിങ് ഓഫ് ദ ആക്ടിവിറ്റി ആൻഡ് എൻഡ് നോഡ് ഇൻഡിക്കേറ്റിംഗ് ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദ ആക്ടിവിറ്റി. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി ഡയഗ്രാം നൊട്ടേഷൻസ് നോക്കാം.